നമസ്കാരം. JP ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യമൊട്ടാകെ തെരുവിൽ വിദ്യാർത്ഥികൾ ഇറങ്ങി അതിശക്തമായി സമരം ചെയ്യുമ്പോൾ സ്വന്തം കസേര തെറിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ നരേന്ദ്രമോദി പെട്ടെന്ന് എക്സിൽ വലിയ വാഗ്ദാനങ്ങളും മിന്നൽ നടപടികളും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് പങ്കുവച്ചിരിക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരും മുഴുവൻ BJP എക്കോസിസ്റ്റവും എത്രത്തോളം ഭയത്തിലും പരിഭ്രാന്തിയിലുമാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ഭരണകൂടത്തിന്റെ അടിത്തറ ഇളകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം നാടകങ്ങൾ ഇറക്കുന്നത് പുതിയ സംഭവമല്ല. പക്ഷെ ചോദ്യം ഇതാണ്, ഈ കാണിക്കുന്ന മിന്നൽ നടപടികൾ ആരെ പറ്റിക്കാനാണ്? ഇന്ന് നമുക്ക് ഈ മാസ്റ്റർ സ്ട്രോക്കിന്റെ പിന്നിലെ യഥാർത്ഥ വൈരുദ്ധ്യങ്ങളും വഞ്ചനകളും കൃത്യമായ തെളിവുകളോടെ അവലോകനം ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ നരേന്ദ്രമോദിയുടെ ആ ട്വീറ്റ് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ യുവജനങ്ങളുടെ ക്ഷേമത്തിനും ഭാവിക്കുമപ്പുറം മറ്റൊന്നിനും പ്രാധാന്യമില്ല. പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനമായും ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ യുവജനങ്ങളുടെ ഭാവിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല. യുവജനങ്ങളുടെ ഭാവിയേക്കാൾ വലുതായി ഒന്നുമില്ല. പേപ്പർ ലീക്ക് ചെയ്തവരെ വെറുതെ വിടില്ല. ഫാസ്റ്റ് ട്രാക്ക് കോടതി വരുന്നു എന്നൊക്കെയാണ് പ്രഖ്യാപനം. കേട്ടാൽ തോന്നും വലിയൊരു ശുദ്ധീകരണം നാളെ തന്നെ നടക്കുമെന്ന്. പക്ഷെ ഈ പ്രഖ്യാപനം വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം എന്താണ് സംഭവിച്ചത് എന്ന് കാണുക. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ദ ദേശഭക്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ ആകാശ് ബാനർജിയുടെ ട്വീറ്റ് ശ്രദ്ധിക്കുക. ജൂലൈ 23 രാവിലെ മോദി ഫാസ്റ്റ് ട്രാക്ക് കോടതി പ്രഖ്യാപിക്കുന്നു. അതേ ദിവസം ഉച്ചയ്ക്ക് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നു, 2024 നീറ്റ് UG പേപ്പർ ചോർച്ച കേസിൽ തെളിവുകളില്ലെന്ന് പറഞ്ഞ് സഞ്ജീവ് മുഖിയയ്ക്ക് CBI ക്ലീൻ ചിറ്റ് നൽകി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ച് പന്താടിയ 2024 നീറ്റ് UG പേപ്പർ ചോർച്ച കേസിലെ പ്രധാന പ്രതി സഞ്ജീവ് മുഖിയയ്ക്ക് CBI ക്ലീൻ ചിറ്റ് നൽകി ഒഴിഞ്ഞു മാറുന്നു. കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രതിക്ക് മുൻപ് ജാമ്യം ലഭിച്ചിരുന്നു. ദ പ്രിന്റ് ദിനപത്രത്തിലെ റിപ്പോർട്ടിലും ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ആ വാർത്ത ഇതാ കണ്ടോളൂ. ഇതാണോ മോദി പറയുന്ന മിന്നൽ നടപടി? ഇതാണോ ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം? രാജ്യത്തെ ജനങ്ങൾ ഇപ്പോഴും മന്ദഭക്തരെ പോലെയാണ് എന്നാണ് മോദി വിചാരിക്കുന്നത്. ഒരു വശത്ത് നരേന്ദ്രമോദി ഡൽഹിയിലിരുന്ന് വലിയ വാക്കുകളിൽ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ എന്താണ് നടക്കുന്നത്? ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത നോക്കുക. മറ്റൊരു പരീക്ഷാ പേപ്പർ ചോർച്ച. ഉത്തരാഖണ്ഡ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 2 പരീക്ഷകൾ റദ്ദാക്കി. ഉത്തരാഖണ്ഡ് സാങ്കേതിക സർവകലാശാലയിൽ പരീക്ഷയ്ക്ക് തൊട്ടുമുൻപ് വാട്സാപ്പിലൂടെയും പോർട്ടലിലൂടെയും ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് 2 പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നു. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുന്ന അതേ ദിവസം തന്നെ BJP ഭരണത്തിലുള്ള സംസ്ഥാനത്ത് ചോദ്യപേപ്പർ വീണ്ടും ചോരുന്നു. ഇതാണ് മോദി സർക്കാരിന്റെ ഭരണമികവും ശരിയായ പ്രതിബിംബവും. ഇതിനിടയിലാണ് അടുത്ത കൺകെട്ടുവിദ്യ. മോദി ഉടൻ തന്നെ ശക്തമായ നടപടിയെടുത്തു എന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു. ഗോദി മീഡിയയെല്ലാം വാർത്ത കൊടുക്കുന്നു മോദിയുടെ വൻ നടപടി എന്ന് പറഞ്ഞ്. ഗോദി മീഡിയ ടൈംസ് നൗ ഇത് വൻ ബ്രേക്കിംഗ് ന്യൂസായി ട്വീറ്റ് ചെയ്തത് കണ്ടോ? മോദി സർക്കാരിന്റെ വൻ നടപടി. പേപ്പർ ചോർച്ച കേസിൽ വീഴ്ച ആരോപിക്കപ്പെട്ട വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റി. BJP MP നിഷികാന്ത് ദുബെയും ഈ വാർത്ത ശരിവച്ചു. അതിവേഗം നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ നടപടി ഉണ്ടാകുന്നത് എന്ന്. വിദ്യാഭ്യാസ സെക്രട്ടറിയെ പുറത്താക്കി ഏതോ വലിയ ശിക്ഷ നൽകി എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ സത്യം എന്താണ്? CNN ന്യൂസ് 18 പങ്കുവച്ച റിപ്പോർട്ട് കണ്ടോ? വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ പഞ്ചായത്തി രാജിലേക്ക് മാറ്റി. പകരം നരേഷ് ഗംഗ്വാറിന് ചുമതല നൽകി. ഇതാണോ സർക്കാരിന്റെ അച്ചടക്ക നടപടി? വീഴ്ച വരുത്തിയതായി ആരോപിക്കപ്പെടുന്ന IAS ഉദ്യോഗസ്ഥനെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക മാത്രം ചെയ്യുന്നു. തങ്ങളുടെ പരാജയം മറച്ചുവയ്ക്കാൻ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണിത്. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കുന്നത് പോലെ. യഥാർത്ഥത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പാടെ തകർത്ത ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ ഭാവി വെച്ച് പന്താടുന്ന ഏറ്റവും വലിയ പരാജയമാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ചോദ്യപേപ്പർ ചോർച്ച
തുടർക്കഥയായി മാറിയിട്ടും കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്വാനം വെള്ളത്തിലായിട്ടും നാണമില്ലാതെ കസേരയിൽ തുടരുകയാണ് ഈ മന്ത്രി. ധർമ്മേന്ദ്ര പ്രധാനെ പോലെ ഒരു പരാജയപ്പെട്ട മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മോദി ഒരു IAS ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ പൊള്ളത്തരങ്ങളെയും അഴിമതികളെയും അതിശക്തമായ ഭാഷയിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ശബ്ദമായി മാറിക്കൊണ്ട് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തുറന്നു കാട്ടുന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. വിദ്യാർത്ഥി സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മോദിയുടെ വ്യാജ വാഗ്ദാനങ്ങളെ രാഹുൽ ഗാന്ധി കൃത്യമായി തുറന്നെതിർത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിയുടെ ട്വീറ്റിന് വളരെ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയത്. നമ്മുടെ യുവാക്കളുടെ ഭാവിയെ ഏറ്റവും കൂടുതൽ തകർത്തത് നിങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായി പിടിച്ചെടുക്കാനും നശിപ്പിക്കാനും നിങ്ങൾ അനുവദിക്കുകയും അതിന് പ്രചോദനം നൽകുകയും ചെയ്തു. അതിന് ഉത്തരവാദികളായ ഓരോ വ്യക്തിയെയും നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെ വ്യക്തമാണ്. 1. ധർമ്മേന്ദ്ര പ്രധാനെ പദവിയിൽ നിന്ന് പുറത്താക്കുക. 2. വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. 3. വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക. ഇന്ത്യയിലെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ തെരുവിൽ നേരിടുന്ന ക്രൂരതകളെയും അവരുടെ ന്യായമായ ആവശ്യങ്ങളെയും മുൻനിർത്തി CJPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നടത്തുന്ന ഈ പോരാട്ടം നമ്മുടെ ജൻസിയുടെ ആർജവത്തെയാണ് കാണിക്കുന്നത്. ഡൽഹിയിലും മറ്റു നഗരങ്ങളിലും അടിയേറ്റ് ചോര ചിന്തിയിട്ടും നീതിക്കായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ്. ആദ്യം ഈ സമരങ്ങളെ അടിച്ചമർത്താൻ നോക്കിയ സംഘി ഇക്കോസിസ്റ്റം വിദ്യാർത്ഥികളെ പാകിസ്ഥാനികൾ എന്നും തുക്കടെ ഗാങ് എന്നും രാജ്യദ്രോഹികൾ എന്നും വിളിച്ച് ആക്ഷേപിക്കാനും ലേബൽ ഒട്ടിക്കാനും ശ്രമിച്ചു. എന്നാൽ ഇത്തവണ ഇന്ത്യയിലെ വീറുള്ള യുവത്വം ഭയം നോടാൻ തയ്യാറായില്ല. ഇത്തരം വിഷലിപ്തമായ വർഗീയ ലേബലുകൾക്കൊന്നും തങ്ങളുടെ ന്യായമായ പോരാട്ടത്തെ തകർക്കാൻ കഴിയില്ലെന്ന് വിദ്യാർത്ഥികൾ ഉറക്കെ തെളിയിച്ചു. അവിടെയാണ് മോദി എന്ന ഏകാധിപതിയും അദ്ദേഹത്തിന്റെ വർഗീയ പ്രചാരണ യന്ത്രങ്ങളും പൂർണ്ണമായി തകർന്നു പോയത്. തങ്ങളുടെ സ്ഥിരം അജണ്ടകളും വിദ്വേഷ തന്ത്രങ്ങളും ഇനി നടപ്പിലാകില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയതോടെയാണ് സ്വന്തം കസേര പോലും അപകടത്തിലാണെന്ന തിരിച്ചറിവിൽ മോദി കടുത്ത ഭയത്തിലേക്ക് വീണുപോയത്. ഉള്ളിലെ ആ വലിയ പേടിയും പരിഭ്രാന്തിയും മറയ്ക്കാനാണ് ഇപ്പോൾ തട്ടിക്കുട്ടിയ ഫാസ്റ്റ് ട്രാക്ക് പ്രഖ്യാപനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ തകരുകയും ചോദ്യപേപ്പറുകൾ തുടർച്ചയായി ചോരുകയും ചെയ്യുമ്പോൾ അതിന് ഉത്തരവാദികളായ മന്ത്രിമാരെയും മാഫിയകളെയും സംരക്ഷിക്കുകയാണ് മോദി ഭരണകൂടം ചെയ്യുന്നത്. വർഷങ്ങളോളം രാത്രി പകലാക്കി പഠിച്ച് പരീക്ഷ എഴുതുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് ഈ സർക്കാർ കച്ചവടം നടത്തുന്നത്. യാഥാർത്ഥ്യം വളരെ വ്യക്തമാണ്. രാജ്യമൊട്ടാകെ വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിൽ ഇറങ്ങിയതോടെ കേന്ദ്ര സർക്കാരും സംഘി RSS ഇക്കോസിസ്റ്റവും കടുത്ത ഭയത്തിലും സമ്മർദ്ദത്തിലുമാണ്. ഭരണത്തിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമെന്ന പരിഭ്രാന്തി മാത്രമാണ് ഈ അവസാന നിമിഷത്തെ നാടകങ്ങൾക്കും തള്ളലുകൾക്കും പിന്നിൽ. പക്ഷേ ഇത്തരം വിലകുറഞ്ഞ സ്ഥലം മാറ്റങ്ങളും ട്വിറ്ററിലെ വ്യാജ പ്രഖ്യാപനങ്ങളും കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയാകില്ല. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കഴിയാത്ത അഴിമതിക്കാരായ മന്ത്രിമാരെയും കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന ഈ ജനദ്രോഹ നിലപാടുകൾ ഇനി വെച്ചുപൊറിപ്പിക്കാൻ ഇന്ത്യയിലെ യുവത്വം തയ്യാറല്ല. വരും ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നിങ്ങളുടെ ഭരണത്തിന്റെ അടിത്തറ ഇളക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.